പ്രിയമുള്ള സഹോദരന്മാരെ, സൂറത്തുൽ കഹ്ഫ് വിശദീകരിച്ചുകൊണ്ടിരിക്കുകയാണ് നമ്മൾ. സൂറത്തുൽ കഹ്ഫിന്റെ 20 ആയത്ത് നമ്മൾ പറഞ്ഞു. ഇന്ന് നമ്മൾ പറയുന്നത് 21 മുതൽ 26-ാമത്തെ ആയത്ത് വരെയാണ്. മഹാന്മാരായ അസ്ഹാബുൽ കഹ്ഫിന്റെ ചരിത്രമാണ് നമ്മൾ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. വിശുദ്ധ ഖുർആൻ അവരുടെ ഗുഹയിലുള്ള വാസത്തെക്കുറിച്ചും അവിടെ നടന്ന സംഭാഷണങ്ങളെക്കുറിച്ചും എല്ലാം നമ്മെ ഓർമ്മപ്പെടുത്തി. 21-ാമത്തെ ആയത്തിൽ അല്ലാഹു തആല പറയുന്നത്, ആ ഗുഹാ നിവാസികളായ അസ്ഹാബുൽ കഹ്ഫ് ഗുഹക്കകത്ത് ഉറങ്ങി. അവരെ എഴുന്നേറ്റു. എന്നാൽ കേവലം ഒരു ഉറക്കവും ഉണരലുമായിരുന്നില്ലല്ലോ. അവിടെയുണ്ടായിരുന്ന ജനതക്ക് ഒരു ദൃഷ്ടാന്തമായിട്ടാണ് അല്ലാഹു തആല അവരെ ഉറക്കിക്കളഞ്ഞത്. പുനർജന്മം ഉണ്ട് എന്നതും ഖിയാമത്ത് നാള് ഉണ്ട് എന്നതുമൊക്കെ വിശ്വസിക്കാൻ കാരണമാക്കിയ ഒരു അത്ഭുതം കൂടെയായിരുന്നു അസ്ഹാബുൽ കഹ്ഫിന്റെ ഉറക്കം. ആ അസ്ഹാബുൽ കഹ്ഫിന്റെ ഉറക്കത്തിൽ നിന്ന് അവർ എഴുന്നേൽക്കുമ്പോൾ ഗുഹാ നിവാസികളിലേക്ക് ജനങ്ങൾ എത്തിച്ചേരുന്ന ഒരു സാഹചര്യവും അവരിലേക്ക് അല്ലാഹു തെളിവായി കൊണ്ടുവന്നതുമാണ് 21-ാമത്തെ ആയത്തിൽ അല്ലാഹു തആല പറയുന്നത്. വകദാലിക അല്ലാഹു തആല അസ്ഹാബുൽ കഹ്ഫിനെ നേരത്തെ ഗുഹയിലേക്ക് കൊണ്ടുപോയി വർഷങ്ങളോളം അവരെ അവിടെ ഉറക്കിക്കളഞ്ഞു. എന്നാൽ അതുപോലെ തന്നെ വകദാലിക അസർനാ അലൈഹിം, ആ അസ്ഹാബുൽ കഹ്ഫിനെ ഗുഹക്കകത്ത് കൊണ്ടുപോയി ഉറക്കിക്കളഞ്ഞതുപോലെ തന്നെ അല്ലാഹു തആല അവരെ അവിടെയുണ്ടായിരുന്ന ജനതയുടെ മേലിൽ അറിയിച്ചു കൊടുത്തു. അവര് ഉറങ്ങുന്നുണ്ട്, അവരവിടെ ഉണ്ടായിരുന്നു, ജീവിച്ചിരുന്ന ഇത്രയും വർഷം ജീവിച്ച ആളുകളാണ് എന്ന് ആ സമുദായത്തിനക്ക് അറിയിച്ചു കൊടുത്തു. വകദാലിക അസർനാ അലൈഹിം അത്ലഅനാ, ആ ജനങ്ങൾക്ക് അല്ലാഹു തആല അറിയിച്ചു കൊടുത്തു, അവരിലേക്ക് എത്തിച്ചു കൊടുത്തു. എന്തിനു വേണ്ടിയാണ്? ലിയഅലമു അന്ന വഅദല്ലാഹി ഹഖ്ഖുൻ, എന്തിനു വേണ്ടിയാണ് അല്ലാഹു തആല അസ്ഹാബുൽ കഹ്ഫിലേക്ക് അവിടെ ഉണ്ടായിരുന്ന ജനങ്ങളെ എത്തിച്ചത്? ആ ജനങ്ങൾ 2 വിഭാഗം ജനങ്ങളും ഉണ്ട്. മുഅ്മിനീങ്ങളും അതുപോലെ ജൂതന്മാരായ ആളുകളും ഉണ്ട്. അവരിലേക്ക് അല്ലാഹു തആല ലിയഅലമു അന്ന വഅദല്ലാഹി ഹഖ്ഖുൻ, അല്ലാഹുവിന്റെ വാഗ്ദത്തം പുനർജനിപ്പിക്കപ്പെടും എന്നുള്ള വാഗ്ദത്തം അത് സത്യമാണ് എന്ന് അവരെ അറിയിക്കാൻ വേണ്ടിയാണ്. അന്ന വഅദല്ലാഹി ഹഖ്ഖുൻ, അല്ലാഹു തആല മരണപ്പെട്ടു പോയ ആളുകളെ എങ്ങനെയാണ് ജീവിപ്പിക്കുക എന്നായിരുന്നു അവരുടെ ഡൗട്ട്. എന്നാൽ അല്ലാഹുവിന്റെ കഴിവ് തെളിയിക്കാൻ വർഷങ്ങളോളം മണ്ണിൽ കിടക്കുകയും അവരുടെ ശരീരത്തിന് പോലും ഒരു പോറലുമേൽക്കാതെ പഴയതുപോലെ അവർ എഴുന്നേറ്റ് വരികയും ചെയ്തു. ഈ ഒരു ദൃഷ്ടാന്തത്തെ അവരിലേക്ക് അറിയിച്ചു കൊടുക്കാനാണ് ആ ജനങ്ങളെ ഈ അസ്ഹാബുൽ കഹ്ഫിലേക്ക് എത്തിച്ചു ചേർത്തത് എന്ന് ഖുർആൻ പറയുന്നു. പിന്നെ എന്തിനാണ്? വഅന്ന സ്സാഅത ലാ റൈബ ഫീഹാ, അന്ത്യനാള് ഖിയാമത്ത് നാള് വരും എന്നുള്ളതിൽ നിസ്സംശയം അത് വിശ്വസിക്കാൻ വേണ്ടിയും അവർക്ക് അറിയിച്ചു കൊടുക്കാനുമാണ്. ഖിയാമത്ത് നാളിൽ അല്ലാഹുവിന്റെ ഖിയാമത്ത് നാളിൽ ജനങ്ങൾക്കുള്ള വിശ്വാസം അറിയിച്ചു കൊടുക്കുവാനും വേണ്ടിയാണ്. കാരണം ഇത് ഏത് സന്ദർഭത്തിലാണ് അല്ലാഹു തആല പറയുന്നത്? ഇദ് യതനാസഊന ബൈനഹും അംറഹും, ജനങ്ങൾ അവർ തമ്മിൽ തർക്കിച്ചുകൊണ്ടിരിക്കുകയാണ്. അസ്ഹാബുൽ കഹ്ഫിന്റെ വിഷയത്തിൽ അവർ തർക്കത്തിലാണ്. എന്താണ് അവരുടെ തർക്കമെന്നല്ലേ
അസ്ഹാബുൽ കഹ്ഫിന്റെ ഗുഹയുടെ ചുറ്റുഭാഗത്തും ഒരു കെട്ടിടം പണിയണമെന്നാണ് അവിടെയുണ്ടായിരുന്ന കാഫിരീങ്ങൾ പറയുന്നത്. അവരുടെ സ്മാരക പണിയണമെന്നാണ്. അതേ സമയത്ത് മുസ്ലിമീങ്ങൾ പറയുന്നതോ അവിടെ ഒരു പള്ളി നിർമ്മിക്കണം എന്നാണ്. അതാണ് അല്ലാഹു തആല പറയുന്നത്. ഏതൊരു സന്ദർഭത്തിലാണ് അല്ലാഹു ഇവരോട് എന്തിനാണ് ജനങ്ങളെ നിങ്ങൾ അസ്ഹാബുൽ കഹ്ഫിലേക്ക് എത്തിച്ചത്, ഇങ്ങനെ ഒരു വിഭാഗം ഇവിടെ ഉറങ്ങിയിട്ടുണ്ട് എന്നറിയിച്ചത്? അള്ളാഹുവിന്റെ ബിഅസത്തിന് അല്ലാഹു തആല പുനർജന്മം നടത്തും എന്നുള്ളതിന്റെ തെളിവായിട്ടാണ്. ഖിയാമത്ത് നാൾ ഉണ്ട് എന്നുള്ളതിന് തെളിവായിട്ടാണ്. കാരണം ഇപ്പോഴും ഇവർ തർക്കിക്കുകയാണ്. എന്താണ് അവരുടെ തർക്കത്തിന്റെ വിഷയം? ഇദ് യതനാസഊന ബൈനഹും അംറഹും ഫഖാലുബ്നു അലൈഹിം ബുനിയാനാ. ഫഖാലു, ആ കാഫിരീങ്ങൾ പറഞ്ഞു. അവരെന്താണ് പറഞ്ഞത്? ഫഖാലുബ്നു അലൈഹിം ബുനിയാനാ. ആ അസ്ഹാബുൽ കഹ്ഫിന്റെ ചുറ്റുഭാഗത്തും ഒരു കെട്ടിടം നിർമ്മിക്കണം. ചുറ്റുഭാഗത്തും മറ വരുന്ന രീതിയിൽ അവരുടെ ചുറ്റുഭാഗത്തും ഒരു കെട്ടിടം നിർമ്മിക്കണം. റബ്ബുഹും അഅലമു ബിഹിം. ആ വിഭാഗത്തെ കുറിച്ച് അല്ലാഹുവിന് നല്ലപോലെ അറിയുന്ന ആ അസ്ഹാബുൽ കഹ്ഫിന്റെ ചുറ്റുഭാഗത്തും ഒരു കെട്ടിടം നിർമ്മിക്കണമെന്ന് കാഫിരീങ്ങളായ ആളുകൾ പറഞ്ഞു. قال الذين غلبوا على أمرهم لنتخذن عليهم مسجدا. ശത്രുക്കൾ പറഞ്ഞു, കാഫിരീങ്ങൾ പറഞ്ഞു, ഈ അസ്ഹാബുൽ കഹ്ഫിനെ ഇപ്പൊ കണ്ടു, അവരാ ഗുഹയിൽ അവസാനം അല്ലാഹു അങ്ങോട്ട് തന്നെ അവരെ മടക്കി. ഇനി അവിടെ അവരുടെ അടയാളത്തിന് വേണ്ടി ഒരു കെട്ടിടം പണിയണം. എന്തിനാണ് കെട്ടിടം? മഹാന്മാരായ ഇമാമികൾ പറയുന്നു, കാഫിരീങ്ങൾ കെട്ടിടം പണിയണം എന്ന് പറഞ്ഞത് എന്തിനാണ്? അവരുടെ ആരാധനയുമായി ബന്ധപ്പെട്ട കർമ്മങ്ങൾ നടത്താനാണ്. അതേ സമയത്ത് മുസ്ലിമീങ്ങൾ, അവിടെ ഉണ്ടായിരുന്ന മുസ്ലിമീങ്ങൾ, ഖാലല്ലദീന ഗലബൂ അലാ അംരിഹിം ലനത്തഖിദന്ന അലൈഹിം മസ്ജിദാ. അവിടെ ഉണ്ടായിരുന്ന അവരെ പറ്റി നല്ലപോലെ അറിയുന്ന മുഅ്മിനീങ്ങൾ പറഞ്ഞു, ലനത്തഖിദന്ന അലൈഹിം, ഞങ്ങൾ ഇവരുടെ ഈ സ്ഥാനത്ത് നിർമ്മിക്കുക തന്നെ ചെയ്യും മസ്ജിദൻ, ഒരു പള്ളി എന്തായാലും ഇവിടെ നിർമ്മിക്കണമെന്നാണ് മുസ്ലിമീങ്ങൾ പറഞ്ഞത്. അന്നുള്ള ആ മുസ്ലിമീങ്ങൾ കേട്ടോ. അപ്പൊ അവര് പറഞ്ഞതെന്താ? മുസ്ലിമീങ്ങൾ പറഞ്ഞു ഇവിടെ നിസ്കരിക്കാൻ വേണ്ടി, മറ്റു വിഭാഗക്കാർ പറഞ്ഞു അവരുടെ ആരാധന കർമ്മങ്ങൾ നടത്താൻ വേണ്ടി. ഇന്നും നമ്മൾ ചില സ്ഥലങ്ങളിലൊക്കെ അങ്ങനെ കാണാം. സിക്കന്ദർ മലയിൽ മുകളിൽ മഹാനായ സിക്കന്ദർ റളിയല്ലാഹു അൻഹു അന്ത്യവിശ്രമം കൊള്ളുന്നുണ്ട്. ഏർവാടിക്ക് പോകുമ്പോൾ മധുരയിൽ അവിടെ കാണാം, ആ മലമുകളിൽ മഹാനവറുകളുടെ മഖബറയുണ്ട്. വലിയ കറാമത്തിന്റെ ഉടമയാണ്. അവിടെ ഇന്ന് അമുസ്ലിമീങ്ങൾ അവരുടെ ആരാധനയുമായി ബന്ധപ്പെട്ട സംഗതികൾ കൊണ്ടുവരാനുള്ള ബാക്കി കാര്യങ്ങളൊക്കെ ചെയ്തു വരുന്നത് കാണാം. അവിടെ ഇന്നും തർക്കമായതുകൊണ്ട് രാത്രി സമയത്ത് അങ്ങോട്ട് ഇപ്പോൾ പ്രവേശനമില്ല. രാവിലെ നേരം വെളുത്ത് 6 മണിക്ക് ശേഷം അങ്ങോട്ട് പ്രവേശനമുള്ളൂ. അപ്പൊ ഇങ്ങനെ പല സ്ഥലങ്ങളിൽ ഇതുപോലെ കാണാം. മംഗലാപുരം ഭാഗത്ത് ദാദാ ഹയാത്ത് എന്ന് പറയുന്നൊരു മക്കാമുണ്ട്, അവിടെയും ഇതുപോലെ കാണാം മറ്റുള്ള മതസ്ഥർ. അപ്പൊ ഇതുപോലെ ഇത് പഴയകാലം മുതലേ ഉള്ളതാണ്. അസ്ഹാബുൽ കഹ്ഫിന്റെ അവര് ആ ഗുഹയിൽ, അവരുടെ അന്ത്യവിശ്രമം കൊള്ളുന്ന ആ ഗുഹയിൽ അടയാളമായി മുസ്ലിമീങ്ങൾക്ക് അവിടെ ഒരു അടയാളം വെക്കണം, പള്ളി വേണം. മറ്റുള്ളവർ പറഞ്ഞു അവരുടെ ഒരു കെട്ടിടം വേണം. ഇത് രണ്ടിനും അവർ തർക്കത്തിലായ സന്ദർഭത്തിലാണ് അല്ലാഹു തആല പറഞ്ഞത്, എന്തിനു വേണ്ടിയാണ് നിങ്ങൾ ഇങ്ങോട്ട് എത്തിച്ചത്? അന്ന വഅദല്ലാഹി ഹഖ്ഖുൻ, അല്ലാഹുവിന്റെ ആ നിങ്ങൾക്ക് നൽകിയ വാഗ്ദത്തം അത് സത്യമാണ് എന്നറിയിക്കാൻ വേണ്ടിയാണ്. നിങ്ങൾ നോക്കൂ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പഠിപ്പിച്ചിട്ടുണ്ട്, ഖബറിന്റെ ചാരത്ത് നിങ്ങൾ ഖബറുകളെ, മഖബറകളെ നിങ്ങൾ പള്ളികളാക്കി മാറ്റരുത്. ഖബറിന്റെ നേരെ തിരിഞ്ഞ് നിസ്കരിക്കാൻ പാടില്ല, ഖബറിന്റെ നേരെ സുജൂദ് ചെയ്യാൻ പാടില്ല. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പഠിപ്പിക്കുന്നത് കാണാം, ലഅനല്ലാഹുൽ യഹൂദ വന്നസാറാ ഇത്തഖദൂ ഖുബൂറ അംബിയാഇഹിം മസാജിദാ. അല്ലാഹുവിന്റെ ഹബീബായ തങ്ങൾ പറയാണ്,
അതാ യഹൂദികളെയും നസ്രാനികളെയും അല്ലാഹു തആല ശപിച്ചിട്ടുണ്ട്. കാരണം എന്തേ? അമ്പിയാക്കന്മാരുടെ ഖബർ അവരതാ മസ്ജിദുകളാക്കി മാറ്റിയത് കൊണ്ട്, ആരാധനാലയങ്ങളാക്കി മാറ്റിയത് കൊണ്ട് അള്ളാഹുവിന്റെ ശാപം അവർക്കുണ്ട് എന്ന് മുഹമ്മദുർ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം. അതുകൊണ്ട് ഒരു ഖബറും ഒരു വലിയന്റെയും ഒരു നബിയുടെയും ഖബർ ഒരിക്കലും ആരാധനാലയമാക്കിക്കൂടാ. ആരാധന അവർക്ക് വേണ്ടിയല്ല. അതേ സമയത്ത് അവരിൽ നമുക്ക് അവരെടുത്ത് അടുക്കൽ ചെല്ലുന്നു, നമ്മൾ ദുആ ചെയ്യുന്നു, ബറക്കത്തെടുക്കുന്നു, ഇതെല്ലാം ഉണ്ട്. പക്ഷേ അവരിലേക്ക് തിരിഞ്ഞ് നിസ്കരിക്കലോ അവരിലേക്ക് തിരിഞ്ഞ് സുജൂദ് ചെയ്യലോ എല്ലാം ഹറാമാണ്. അതുകൊണ്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അത് വിലക്കി. അങ്ങനെ ഖബറുകൾ നിങ്ങൾ ഒരിക്കലും ആരാധനാലയമാക്കരുത്. അല്ലാഹു സുബ്ഹാനഹു വ തആല അൽ കഹ്ഫിൽ ബാക്കി ഭാഗത്തിന് പറയുന്നത് എന്താണ്? അൽ കഹ്ഫിന്റെ അസ്ഹാബുൽ കഹ്ഫിന്റെ ചരിത്രം തൽക്കാലം അല്ലാഹു തആല ഇവിടെ ഇങ്ങനെ അവസാനിപ്പിക്കുകയാണ്. ഇനി അല്ലാഹു പറയുന്നു അവരുടെ എണ്ണം എങ്ങനെയായിരുന്നു എന്ന വിഷയത്തിൽ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ കാലഘട്ടത്തിലുള്ള അനുയായികൾ തമ്മിൽ അങ്ങോട്ടും ഇങ്ങോട്ടും തർക്കം കൂടുകയാണ്. ഇതിന്റെ തുടക്കം ഭാഗം കേട്ടിട്ടുണ്ടെങ്കിൽ അറിയാം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ അടുക്കൽ ഈ വിഷയം വരുന്നത് എപ്പോഴാണ്? ജൂതന്മാരായ ആളുകൾ പറഞ്ഞു, മുഹമ്മദ് നബിയാണ് എന്ന് ഉറപ്പുവരുത്തണമെന്നുണ്ടെങ്കിൽ 3 കാര്യം നിങ്ങൾ പോയി ചോദിക്കണം. അസ്ഹാബുൽ കഹ്ഫിനെ കുറിച്ച് അറിയുമോ എന്ന് പോയി ചോദിക്കണം. അങ്ങനെ ചോദ്യങ്ങളൊക്കെ പറഞ്ഞു കൊടുത്തു. നബി തങ്ങൾ പറഞ്ഞു, അടുത്ത ദിവസം പറയാം. 15 ദിവസം വെയിറ്റ് ചെയ്തു. മറുപടി ഇല്ലാതെ ആയപ്പോൾ ഇവർ പരിഹസിക്കാൻ തുടങ്ങി. ആ സമയത്ത് ഈ ചരിത്രം വന്ന സമയത്ത് അവർക്കിടയിൽ ചർച്ചകൾ നടന്നു. എന്താണ്? അവർ പറഞ്ഞു, ഗുഹയിലുണ്ടായിരുന്നത് 3 ആളുകളാണ്, അല്ല 5 പേരാണ്, അല്ല 7 പേരാണ്. അവർക്കിടയിൽ ഇങ്ങനെ ചർച്ച നടക്കുകയാണ്. അപ്പൊ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അവർക്ക് ഇടയിൽ അള്ളാഹുവിന്റെ ഹബീബായ തങ്ങളോട് പടച്ച റബ്ബ് പറയാണ്, സമാധാനത്തിന്റെ വാക്ക് പറയാണ്. സയഖൂലു, നബിയേ, അങ്ങയുടെ കാലഘട്ടത്തിൽ ജീവിക്കുന്ന ആളുകൾ അവർ ഈ അസ്ഹാബുൽ കഹ്ഫിനെ കുറിച്ച് പല അഭിപ്രായങ്ങളും പറയുന്നുണ്ട് അല്ലേ? സയഖൂലൂന സലാസത്തുൻ റാബിഉഹും, അവര് പറയുന്നത് എന്താണ്? ചില ആളുകൾ പറഞ്ഞു അവരുടെ കൂട്ടത്തിൽ 3 പേരാണുണ്ടായിരുന്നത്. സയഖൂലൂന സലാസത്തുൻ, 3 പേരാണ് അസ്ഹാബുൽ കഹ്ഫ് ഉണ്ടായത്. റാബിഉഹും കൽബുഹും, 4ാമത്തത് അവരുടെ നായയായിരുന്നു എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ കാലഘട്ടത്തിൽ നിന്ന് തന്നെ ചില ആളുകൾ പറഞ്ഞു. എന്നാൽ വയഖൂലൂന ഖംസത്തുൻ, ചില ആളുകൾ പറഞ്ഞു അല്ല 5 പേരാണ് അസ്ഹാബുൽ കഹ്ഫ് ഉണ്ടായത്. സാദിസുഹും കൽബുഹും, 6ാമത്തത് അവരുടെ നായയാണ്. റജ്മം ബിൽ ഗൈബി, അതുകൊണ്ട് അദൃശ്യമായ കാര്യങ്ങളിൽ അവർ ഊഹാപോഹങ്ങൾ പറയുകയാണ്. നബിയേ, 4ആണോ 5ആണോ എന്ന് അവരല്ല തീരുമാനിക്കുന്നത്. അല്ലാഹ് പറയുന്നു റജ്മം ബിൽ ഗൈബി, അവര് ഊഹാപോഹങ്ങൾ, അതാ ഗൈബിയായ കാര്യത്തിന്റെ മേലിൽ ഊഹാപോഹങ്ങൾ പറയുകയാണ്. അതൊരിക്കലും ശരിയല്ല. വയഖൂലൂന അയ്യിൽ മുഅ്മിനൂന, മുഅ്മിനീങ്ങളായ ആളുകൾ പറയുന്നത് എന്താണ്? സബ്അത്തും വസാമിനുഹും കൽബുഹും, 7 പേരാണ് അവരുണ്ടായിരുന്നത്. വസാമിനുഹും കൽബുഹും, 8ാമത്തെ മെമ്പറാണ് അവരുടെ കൂടെ നായ ഉണ്ടായത്. അപ്പോൾ 7 പേരും 8ാമത്തത് അവരുടെ നായയുമാണ് എന്നാണ് മുഅ്മിനീങ്ങളായ ആളുകൾ പറഞ്ഞത്. അല്ലാഹു തആല പറയുന്നു, നബിയേ, ഇങ്ങനെ അങ്ങയുടെ കാലഘട്ടത്തിൽ അഭിപ്രായങ്ങൾ പലതും വന്നിട്ടുണ്ട്. എന്നാൽ അവരോടെല്ലാവരോടും അങ്ങ് പറയണം, ഖുൽ, നബിയെ അങ്ങ് പറയണം, റബ്ബി അഅലമു ബിഇദ്ദതിഹിം മാ യഅലമുഹും ഇല്ലാ ഖലീൽ, എന്റെ റബ്ബ് അവരുടെ എണ്ണത്തെക്കുറിച്ച് കൃത്യമായി അറിയുന്നവനാണ്, ബോധ്യമുള്ളവനാണ്. മാ യഅലമുഹും ഇല്ലാ ഖലീൽ, എന്നാൽ നിങ്ങൾക്കോ അതിനെക്കുറിച്ചുള്ള വിവരം വളരെ ചുരുക്കമാണ്.
നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളോട് അവിടെ ഉണ്ടായിരുന്ന അനുയായികളുടെ ഇടയിലുള്ള തർക്കം കണ്ട് അല്ലാഹു തആല പറഞ്ഞു കൊടുക്കുകയാണ്, കാര്യം മനസ്സിലാക്കിയാൽ പോരെ, എണ്ണത്തിന്റെ പേരിൽ എന്തിനാണ് തർക്കിക്കുന്നത്? അപ്പം തിന്നാ മതി കുഴി എണ്ണണ്ടെന്ന് പറയില്ലേ, അങ്ങനെ ചൊല്ലി ഇവിടെ ഉണ്ടോ? ആ ശൈലിയാണ് ഖുർആൻ പറഞ്ഞത്. വെറുതെ എന്തിനാ എണ്ണത്തമ്മ തർക്കം കൂടുന്നത്? വിഷയം മനസ്സിലായോ? സംഗതി നടന്നോ? നിങ്ങൾ ചോദ്യ സംഗതി കൃത്യമായി കിട്ടിയോ? അത് മതി. ഖുൽ റബ്ബി അഅലമു ബിഇദ്ദതിഹിം മാ യഅലമുഹും ഇല്ലാ ഖലീൽ. എന്റെ റബ്ബിനെല്ലാം അറിയാം, അതാണ് തങ്ങൾ പറഞ്ഞു കൊടുക്കേണ്ടത്. ഫലാ തുമാരി ഫീഹിം ഇല്ലാ മിറാഅൻ ളാഹിറാ. അതുകൊണ്ട് തന്നെ ഫലാ തുമാരി ഫീഹിം, നിങ്ങൾ ഒരിക്കലും തർക്കിക്കരുത്, ഇല്ലാ മിറാഅൻ ളാഹിറാ, വ്യക്തമായ അറിവിന്റെ അടിസ്ഥാനത്തിലല്ലാതെ നിങ്ങൾ ഒരിക്കലും തർക്കിക്കാൻ പോകരുത്. അല്ലാഹു തആല പറഞ്ഞു, ഒരിക്കലും ഈ എണ്ണത്തിന്റെ പേരിൽ തർക്കം വേണ്ട. വ്യക്തമായ കാര്യങ്ങളിൽ അറിവില്ലാതെ, അതിനെക്കുറിച്ച് ധാരണയില്ലാതെ നിങ്ങൾ ഒരിക്കലും തർക്കിക്കരുത് എന്ന് വിശുദ്ധ ഖുർആൻ. ഒരു വിഷയത്തിലും അങ്ങനെ പാടില്ല. നമുക്ക് വ്യക്തമായി വിവരമില്ലാത്ത ഒരു കാര്യത്തിൽ ഒരിക്കലും നമ്മൾ തർക്കിക്കാൻ പാടില്ല. നമ്മുടെ സംസാരത്തിനിടയിലൊക്കെ പലപ്പോഴും തർക്കങ്ങൾ വരും. അറിയില്ലെങ്കിൽ അറിയില്ല, അതിന്റെ പേരിൽ ഒരിക്കലും നമ്മൾ തർക്കിക്കാൻ നിൽക്കരുത്. എന്നിട്ട് ഖുർആൻ പറഞ്ഞു, വലാ തസ്തഫ്തി ഫീഹിം മിൻഹും. നബിയേ, ഒരിക്കലും നിങ്ങൾ അഭിപ്രായം തേടരുത്. തങ്ങളോടുള്ള ഉപദേശമാണ്. തങ്ങളെ ഒരിക്കലും അഭിപ്രായം തേടരുത്. ആരിൽ നിന്ന് അഭിപ്രായം തേടരുത് എന്നാണ്? മിൻഹും, അവിടെയുള്ള യഹൂദികളിൽ നിന്ന്, അഹദാ, ഒരാളിൽ നിന്ന് പോലും നബിയേ നിങ്ങൾ അഭിപ്രായം തേടണ്ട. എത്ര ആളെ നിങ്ങളെ അഭിപ്രായം എന്താണ്, നിങ്ങളെ അഭിപ്രായം എന്താണ്? ആ ചോദ്യം ഒന്നും വേണ്ട നബിയെ. ഞാൻ നിങ്ങൾക്കൊക്കെ പറഞ്ഞുതരാന്ന് പറഞ്ഞു ഇതാ പറയുന്നു. ഇനി അവരുടെ അഭിപ്രായങ്ങൾ കേൾക്കണ്ട, ആ അഭിപ്രായങ്ങൾ സ്വീകരിക്കണ്ട. എല്ലാവരുടെ അഭിപ്രായം സ്വീകരിക്കണ്ട. സ്വീകരിക്കാൻ പറ്റുന്നവരുടെ അഭിപ്രായങ്ങൾ ഉണ്ടാകും, അവരിൽ നിന്ന് സ്വീകരിക്കണം. ശത്രുക്കളുടെ അഭിപ്രായം സ്വീകരിച്ചു കഴിഞ്ഞാൽ ചിലപ്പോ അതിന് അപകടം ഉണ്ടാക്കി തീർക്കും. എതിരാളികളുടെ അഭിപ്രായം സ്വീകരിച്ചു കഴിഞ്ഞാൽ ചിലപ്പോൾ അതിൽ വലിയ അപകടമേ ഉണ്ടാകൂ. അതുകൊണ്ട് അല്ലാഹു തആല പറഞ്ഞു, നബിയെ ഒരിക്കലും വലാ തസ്തഫ്തി ഫീഹിം മിൻഹും അഹദാ, ഒരാളുടെ അഭിപ്രായം പോലും അങ്ങ് അവരോട് ചോദിക്കേണ്ട, അത് സ്വീകരിക്കുകയും വേണ്ട. എന്നിട്ട് അല്ലാഹു തആല പറയുന്നത് എന്താണ്? തുടക്കത്തിൽ അവർ ചോദിച്ചപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞില്ലേ, അടുത്ത ദിവസം പറയാം. 15 ദിവസം നീണ്ടു നിന്നില്ലേ? ആ ഒരു വിഷയത്തിൽ അല്ലാഹു തആല പുതിയ ഒരു വിവരം തങ്ങൾക്ക് കൈമാറുകയാണ്. നബിയേ, വലാ തഖൂലന്ന ലിശൈഇൻ ഇന്നി ഫാഇലുൻ ദാലിക ഗദാ. നാളെ ഞാനൊരു കാര്യം ചെയ്യുമെന്ന് തങ്ങൾ ഒരിക്കലും ആണയിട്ടങ്ങ് പറയരുത്. പിന്നെയോ പറയുമ്പോ എന്ത് ചേർക്കണം? ഇല്ലാ അയ്യശാ അല്ലാഹ്, ഇൻഷാ അല്ലാഹ് ചേർക്കാതെ ഞാൻ നാളെ അത് ചെയ്യുമങ്ങ് പറഞ്ഞേക്കരുത് നബിയേ. അപ്പൊ എന്ത് കിട്ടി? ഒരു കാര്യം ഞാൻ ചെയ്യാം, ഞാൻ നാളെ ചെയ്യാം, അല്ലെങ്കിൽ ഞാൻ വരാം എന്നൊക്കെ ഭാവിയിലുള്ള ഒരു കാര്യം നമ്മൾ പറയുമ്പോൾ ചേർത്ത് പറയേണ്ടത് എന്താണ്? ഇൻഷാ അല്ലാഹ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അന്ന് ഞാൻ അടുത്ത ദിവസം പറയാം എന്ന് പറഞ്ഞു. പക്ഷേ നീണ്ടുപോയി. അതിനുള്ള ഒരു കാരണം ചിലപ്പോൾ അന്ന് ഇൻഷാ അല്ലാഹ് പറഞ്ഞിട്ടില്ല. ഇൻഷാ അല്ലാഹയുടെ വിവരം അല്ലാഹു തആല ഇപ്പോൾ കൈമാറുകയാണ്. അതുകൊണ്ട് നമ്മൾക്ക് എന്തെങ്കിലും അത് ചെയ്യണം എന്ന് നമ്മൾ ആഗ്രഹിച്ചു കഴിഞ്ഞാൽ ഇൻഷാ അല്ലാഹ് പറയണം. ഒരാൾ കല്യാണത്തിന് വന്ന് വിളിക്കാണ്, ഇൻഷാ അല്ലാഹ്. ഞാൻ എന്നെ കൊണ്ട് ചെയ്യാൻ പറ്റൂല എന്ന് ഉറപ്പുള്ള ഒരു കാര്യത്തിന് ഇൻഷാ അല്ലാഹ് പറയരുത്. അത് അള്ളാനെ കളിയാക്കലാണ്. ഫൈദാ അസംത ഫതവക്കൽ അലല്ലാഹ്, ഖുർആൻ പറഞ്ഞു. നിങ്ങൾ ഉറച്ച തീരുമാനം എടുത്താൽ ഫതവക്കൽ അലല്ലാഹ്, അപ്പൊ ഇൻഷാ അല്ലാഹ് പറഞ്ഞു അള്ളാഹുവിൽ തവക്കലാക്കിക്കും. നിങ്ങൾക്ക് തന്നെ തീരുമാനമല്ല, പിന്നെ വെറുതെ അള്ളാനെ ഏൽപ്പിക്കും. നിങ്ങൾ തന്നെ പോകൂലെന്ന് ഉറപ്പിലാണ്. ഒരാൾ കല്യാണത്തിന് വന്ന് ക്ഷണിച്ചു, അന്ന് വരാൻ പറ്റൂല എന്ന് ഉറപ്പാണ്. അന്ന് നമ്മളെ വീട്ടിൽ വേറെ കല്യാണം ഉണ്ട്. അയാളോട് പറയണം ഇൻഷാ അല്ലാഹ് ഞാൻ നോക്കാം.
എന്താ ഇൻഷാ അല്ലാഹ് കറുത്തുള്ളത്? അങ്ങനെ പറയരുത്. എന്നെ കൊണ്ട് വരാൻ പറ്റൂല, നിങ്ങൾ ക്ഷമിക്കണം, മറ്റൊരു ദിവസം എപ്പോഴെങ്കിലൊക്കെ നോക്കാം. ഇൻഷാ അല്ലാഹ് എല്ലായിടത്തും കൊണ്ടുപോയി ഉപയോഗിക്കാൻ പറ്റൂല. അപ്പൊ ഇൻഷാ അല്ലാഹ് പറയേണ്ടത്, ഇൻഷാ അല്ലാഹ് പറഞ്ഞിട്ടില്ലെങ്കിൽ അല്ലാഹു തആല കാര്യങ്ങളുടെ പൂർത്തീകരണത്തിൽ പലയിടങ്ങളിൽ നമുക്ക് അബദ്ധം സംഭവിക്കും. അതുകൊണ്ടാണ് ഇൻഷാ അല്ലാഹ് പറയുന്നത്. ഹബീബായ മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പഠിപ്പിക്കുന്ന ഹദീസിൽ കാണാം, മഹാനായ സുലൈമാൻ നബി അലൈഹി സ്വലാത്തു വസ്സലാം, സുലൈമാൻ നബി അലൈഹി സ്വലാത്തു വസ്സലാം ലോകം മടക്കി ഭരിച്ച രാജാവാണ്. ആ സുലൈമാൻ നബി അലൈഹി സ്വലാത്തു വസ്സലാം പറഞ്ഞു, ലഅതൂഫന്ന ലൈലത അലാ 70 ഇംറഅതൻ. സുലൈമാൻ നബി പറയാണ് അനുയായികളോട്, ഞാൻ ഇന്ന് രാത്രി എന്റെ 70 ഭാര്യമാരുടെ അടുക്കലും ഞാൻ പോകും. 70 ഭാര്യമാരോ? ഭാര്യമാർക്ക് നിയന്ത്രണം നമ്മുടെ ശരീഅത്തിലാണ് 4. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾക്ക് 4-ലധികം ഭാര്യമാരുണ്ട്. ആയത്തിറങ്ങുന്ന സമയത്ത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളോട് പറഞ്ഞു, നബിയെ, തങ്ങൾക്ക് ഇനി ഇത് മതി, ഇതിൽ കൂടുതൽ വേറെ വേണ്ട. ബാക്കിയുള്ളവർക്കെല്ലാം 4 മതി, അതിൽ കൂടുതൽ വേണ്ട. എന്നാൽ അതിന്റെ മുമ്പുള്ള ജാഹിലിയ കാലഘട്ടത്തിലുള്ള ആളുകളൊക്കെ 10ഉം 100ഉം പെണ്ണ് കെട്ടിയ ആളുകളൊക്കെ ഉണ്ട്. അന്ന് വിവാഹത്തിന്റെ ഈ വിവാഹബന്ധത്തിൽ കണക്കുകളില്ല. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ നമ്മുടെ ശരീഅത്തിലാണ് വിവാഹത്തിന്റെ 4 എന്നുള്ള ഒരു അതിർത്തി വന്നത്. അപ്പൊ സുലൈമാൻ നബി അലൈഹി സ്വലാത്തു വസ്സലാം പറയുന്നു, ഞാൻ എന്റെ 70 ഭാര്യമാരുടെ അടുക്കൽ ഞാൻ ഇന്ന് രാത്രി പോകും. ആ സുലൈമാൻ നബി അലൈഹി സ്വലാത്തു വസ്സലാം പറഞ്ഞു, ആ 70 ഭാര്യമാരിലും എനിക്ക് മക്കളുണ്ടായാൽ അള്ളാഹുവിന്റെ ദീനിനു വേണ്ടി ഞാൻ അവരെ ചെലവഴിക്കും. അപ്പൊ മലക്ക് പറഞ്ഞു, ഇൻഷാ അല്ലാഹ് പറയണം. സുലൈമാൻ നബി അലൈഹി സ്വലാത്തു വസ്സലാം പറഞ്ഞില്ല. ആ രാത്രിയിൽ 70 ഭാര്യമാരുടെ അടുക്കലും പോയി. എല്ലാ ഭാര്യമാരിലും ചെന്നു. ഒരു ഭാര്യ മാത്രമേ ഗർഭിണിയായതുള്ളൂ. ആ കുഞ്ഞ് തന്നെ വികലാംഗനായി പോയി. ഹബീബ് മുത്ത് റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം. ബാക്കി ഒരൊറ്റ ഭാര്യമാരിൽ 69 ഭാര്യമാരിൽ മക്കളുണ്ടായില്ല. 1 മാത്രമേ ഉണ്ടായതുള്ളൂ. അത് തന്നെ ഉദ്ദേശിച്ച രീതിയിലേക്ക് ജിഹാദിന് വിടാൻ പറ്റിയതും ഇല്ല. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു, അതെന്തേ കാരണം? ഇൻഷാ അല്ലാഹ് പറഞ്ഞിട്ടില്ല സുലൈമാൻ നബി അലൈഹി സ്വലാത്തു വസ്സലാം. അതുകൊണ്ട് എല്ലാ കാര്യത്തിലും ഇൻഷാ അല്ലാഹ് ചെയ്യും. വരാൻ പോകുന്ന കാര്യങ്ങൾ നമ്മൾക്ക് കുറച്ച് തീരുമാനമുണ്ടെങ്കിൽ ഇൻഷാ അല്ലാഹ് നമ്മൾ പറയണം. നടക്കൂലെന്ന് നമുക്ക് തന്നെ ഉറപ്പുണ്ടെങ്കിൽ പിന്നെ ഇൻഷാ അല്ലാഹ് പറയരുത്. ഇൻഷാ അല്ലാഹ്, മാഷാ അല്ലാഹ്, അൽഹംദുലില്ലാ, തബാറക്കല്ലാഹ്, ഇതൊക്കെ ഒരുപാട് ദിക്റുകൾ, എല്ലാം ദിക്റാണ്. മാഷാ അല്ലാഹ് പറയണം. ഒരു സന്തോഷം കാണുമ്പോ, ഒരു നിഅമത്ത് ലഭിക്കുമ്പോ അൽഹംദുലില്ലാ പറയണം. മുസീബത്ത് വരുമ്പോ ഇന്നാ ലില്ലാഹി വ ഇന്നാ ഇലൈഹി റാജിഊൻ പറയണം. അതുപോലെ തന്നെ ഒരു കാര്യം നമ്മൾ ചെയ്യാൻ ആഗ്രഹിക്കുമ്പോൾ ഇൻഷാ അല്ലാഹ് എന്ന് പറയണം. ഇതൊക്കെ നമ്മുടെ ജീവിതത്തിൽ, സംസാരത്തിൽ ഒഴുക്കായി വരണം ഈ ശൈലികളൊക്കെ. അപ്പൊ നമ്മുടെ ജീവിതത്തിൽ ബറക്കത്തുണ്ടാവും. നിങ്ങൾ കണ്ടിട്ടില്ലേ, വീടിന്റെ മുമ്പിൽ മാഷാ അല്ലാഹ് എഴുതി വെക്കുന്നു. വാഹനത്തിന്റെ മുകളിൽ മാഷാ അല്ലാഹ് എഴുതുന്നുണ്ട്. അങ്ങനെ എഴുതുന്ന ആളുകളോട് പറയാനുള്ളത്, മാഷാ അല്ലാഹയും ഇൻഷാ അല്ലാഹയും ഒക്കെ എഴുതുന്നത് നല്ലതാണ്. പക്ഷെ ആ ഒരു പേരിനെ നല്ലപോലെ സൂക്ഷിക്കാൻ പറ്റുന്ന ആളുകൾ മാത്രം എഴുതിയാൽ മതി. വീടിന്റെ പണി തുടങ്ങി മാഷാ അല്ലാഹ് നല്ലൊരു ബോർഡ്, ഫ്ലക്സ് ഒക്കെ കൊണ്ടുവന്ന് വെക്കും. വീടിന്റെ പണി കഴിഞ്ഞാൽ പിന്നെ മാഷാ അല്ലാഹയും വേണ്ട, ഫ്ലക്സും വേണ്ട, ബോർഡും വേണ്ട. അത് എവിടെയെങ്കിലും മണ്ണിലോ പൊടിയിലോ സിമെന്റിലൊക്കെ ചുരുണ്ട് പണങ്ങി കിടക്കുന്നുണ്ടാകും. അള്ളാഹുവിന്റെ പേരിനെ നിന്ദിക്കലാണ്. ആവശ്യം കഴിഞ്ഞാൽ പിന്നെ പടച്ചോനെ വേണ്ട എന്നുള്ള നിലപാടായി. വാഹനത്തിന്റെ പുറപ്പ് മാഷാ അല്ലാഹ്, ഇൻഷാ അല്ലാഹ്. ചില യാസീൻ തന്നെ മുഴുവൻ എഴുതിച്ചിട്ടുണ്ടാവും ചില വാഹനത്തിന്റെ മുകളിൽ. ആ വാഹനത്തിന്റെ മുകളിൽ പൊടി വന്നടിയുന്നുണ്ട് അള്ളാന്റെ പേരിന്റെ മുകളിൽ. പക്ഷികൾ കാഷ്ടിക്കുന്നുണ്ട് അള്ളാന്റെ പേരിന്റെ മുകളിൽ. അള്ളാഹുവിന്റെ പേരിനെ സൂക്ഷിക്കാൻ കഴിയില്ലെങ്കിൽ എഴുതി വെക്കാൻ പാടില്ല. എവിടൊക്കെയാണെന്ന് എല്ലാം നിരത്തി എഴുതി വെക്കണം. എഴുത്തുമലെല്ലാം ഒതുങ്ങിയെന്ന വിചാരം. അതുകൊണ്ട് നമുക്കതിനെ സൂക്ഷിക്കാൻ, അള്ളാഹുവിന്റെ പേരിന് ഒരു പൊടി പോലും, ഒരു ചളി പോലും വീഴരുത്. ആ രീതിയിൽ സൂക്ഷിക്കാൻ കഴിയണം. ഞാൻ പറഞ്ഞത് വീടിന്റെ മുമ്പിൽ മാഷാ അല്ലാഹ് വെക്കുമ്പോഴും കൃഷിയിടങ്ങളിൽ മാഷാ അല്ലാഹ് വെക്കുമ്പോഴും ഒക്കെ നല്ലതിനാണ്. പക്ഷെ അത് കഴിഞ്ഞാൽ ഈ മാഷാ അല്ലാഹ് ചളിയിലും പൊടിയിലും കിടന്ന് ഉരുളുന്നൊരവസ്ഥ ഉണ്ടാകാൻ പാടില്ല. അത് നല്ലപോലെ കഴുകി സൂക്ഷിച്ച്, എന്താ ആ പുതിയ വീടമ്മ വീണ്ടും ആ മാഷാ അല്ലാഹ് വെച്ചാൽ എന്താ കുഴപ്പം? അല്ലേ? വീട് പണി കഴിയുന്നത് വരെ പാലം കടക്കോളം നാരായണ, പാലം കടന്നാൽ കോരായണ, അങ്ങനെ ചൊല്ലുണ്ടല്ലോ. അത് പറ്റില്ല.
ഇനി അതല്ലെങ്കിൽ അത് നല്ലപോലെ നിങ്ങൾ ഭദ്രമായി നിങ്ങൾക്ക് ആ വീടിന് ഇത് ആകെ പൊടി പിടിച്ച് അല്ലെങ്കിൽ ദ്രവിച്ചു പോകാനായതാണെങ്കിൽ അത് മാറ്റിവെച്ച് നല്ലൊരു ബോർഡ് വെച്ചോ. മാഷാ അല്ലാഹ് വീട് പണി തീരുന്നത് വരെ എന്ന് മാത്രമല്ല, എല്ലാ സമയത്തും നിങ്ങൾക്ക് മാഷാ അല്ലാഹ് വെക്കാം. ഞാൻ പറഞ്ഞത് നിങ്ങൾ സംസാരിക്കുന്ന സമയത്ത് ഇൻഷാ അല്ലാഹ് പറയണം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളോട് അല്ലാഹു തആല പറയുന്നു, നബിയേ വലാ തഖൂലന്ന ലിശൈഇൻ ഇന്നി ഫാഇലുൻ ദാലിക ഗദാ, നാളെ ഞാനൊരു കാര്യം ചെയ്യാം എന്ന് പറയുന്ന സമയത്ത് ഇല്ലാ അയ്യശാ അല്ലാഹ്, ഇൻഷാ അല്ലാഹ് പറയണം നബിയേ. വദ്കുർ റബ്ബക ഇദാ നസീത, എന്നാലാ ഇൻഷാ അല്ലാഹ് പറയാൻ അങ്ങ് മറന്നുപോയാലോ വദ്കുർ റബ്ബക, അങ്ങയുടെ റബ്ബിനെ ഓർക്കണം നബിയേ. വഖുൽ അസാ അൻ യഹ്ദിയനി റബ്ബി ലിഅഖറബ ഹാദാ റശദാ. അള്ളാഹുവിന്റെ കാവൽ, അള്ളാഹുവിന്റെ ഹിദായത്ത് എന്നിലേക്ക് ഉണ്ടാകും എന്നുള്ളത് ഇൻഷാ അല്ലാഹ് പറയാൻ മറന്നുപോയാലും പടച്ച റബ്ബിനെ ഓർത്തുകൊണ്ടുള്ള സംസാരമാകണം. അപ്പോൾ അല്ലാഹു തആലയാണ് നമ്മെ കൊണ്ട് ചെയ്യിപ്പിക്കുന്നത്. എല്ലാ നല്ല വഴിയിലേക്കും നമ്മെ എത്തിക്കുന്നവൻ അല്ലാഹുവാണ്. അപ്പൊ ഇൻഷാ അല്ലാഹ് എന്ന വാക്കിന്റെ കൂടെ കൂട്ടിച്ചേർത്ത് കഴിഞ്ഞാൽ അല്ലാഹു നമ്മെ കൊണ്ട് നല്ലതാണ് പ്രവർത്തിപ്പിക്കുന്നത്. എന്നിട്ട് അടുത്ത ആയത്തിൽ അല്ലാഹ് പറഞ്ഞു, വലബിസൂ ഫീ കഹ്ഫിഹിം 300 സിനീന വസ്ദാദൂ 9. ആ അസ്ഹാബുൽ കഹ്ഫ് എത്ര വർഷമാണ് അവിടെ കടന്നത്? വലബിസൂ ഫീ കഹ്ഫിഹിം, ആ ഗുഹക്കകത്ത് അവർ താമസിച്ചത് എത്ര വർഷമാണ്? 300 സിനീന, 300 വർഷമാണ് അവരതിനകത്ത് താമസിച്ചത്. വസ്ദാദൂ 9, അതിലൊരു 9 കൂടെ കൂട്ടി, അപ്പോൾ 309 വർഷമാണ് അവരതിൽ താമസിച്ചത്. അറബി മാസം നമ്മൾ കണക്ക് കൂട്ടുമ്പോൾ എപ്പോഴും നമുക്ക് ദിവസം കൂടുതൽ കിട്ടും. അപ്പൊ അത് ചാന്ദ്രികമായ ചലനങ്ങൾ അനുസരിച്ച് കണക്ക് കൂട്ടിയത് കൊണ്ടാണ്. എന്നാൽ ശംസിയായിട്ട് നോക്കുമ്പോൾ മാറ്റം വരും വർഷത്തിൽ. നമ്മൾ അറബി മാസവും ഇംഗ്ലീഷ് മാസവും വർഷത്തിൽ കണക്ക് കൂട്ടി നോക്കുമ്പോൾ വ്യത്യാസം വരുമല്ലോ. ആ ഒരു വ്യത്യാസമാണ് 300 വർഷം കഴിഞ്ഞപ്പോൾ ചാന്ദ്രികമായ വർഷപ്രകാരം നോക്കുമ്പോൾ ഒരു 9 വർഷം കൂടെ അധികം കാണും. അതാണ് പറഞ്ഞത് 309 വർഷമാണ് അവർ ജീവിച്ചത് എന്ന് ഖുർആൻ തന്നെ ഓർമ്മപ്പെടുത്തി. എന്നിട്ട് പറഞ്ഞു, ഖുലില്ലാഹു അഅലമു ബിമാ ലബിസൂ, നബിയേ 309 വർഷമാണ് അവര് ജീവിച്ചത്. എന്നാൽ ഖുലില്ലാഹു അഅലമു ബിമാ ലബിസൂ, അല്ലാഹു തആല അവര് താമസിച്ചത് എത്രയെന്ന് നന്നായി അറിയുന്നവനാണ്. ലഹു ഗൈബുസ് സമാവാതി വൽ അർള്, അല്ലാഹു ആണ് ആകാശത്തെയും ഭൂമിയിലെയും എല്ലാ അദൃശ്യ കാര്യങ്ങളെയും അറിയുന്നവനാണ് അല്ലാഹു. ആ അല്ലാഹുവിനറിയാം ഇവരെത്ര വർഷമാണ് അവിടെ ഉറങ്ങിയിട്ടുള്ളത് എന്ന്. അബ്സിർ ബിഹി വ അസ്മിഅ, എത്ര വലിയ കാഴ്ചയുള്ളവനാണ് അല്ലാഹു, എത്ര വലിയ കേൾവിയുള്ളവനാണ് അല്ലാഹ്. അബ്സിർ, അല്ലാഹു തആല എത്ര വലിയ കാഴ്ചയുള്ളവനാണ്. അബ്സിർ ബിഹി വ അസ്മിഅ, അല്ലാഹു എത്ര കാഴ്ചയുള്ളവനാണ്. നമ്മൾ കാണാത്തതിനെ മുഴുവൻ കാണുന്നവൻ, നമ്മൾ കേൾക്കാത്തതിനെ മുഴുവനും കേൾക്കുന്നവനാണ് അല്ലാഹ്. അതുകൊണ്ട് നബിയെ അവരെത്ര വർഷം താമസിച്ചു, അവരെത്ര പേരുണ്ടായിരുന്നു, ഈ വക കണക്കുകളൊക്കെ അല്ലാഹുവിന് നന്നായി അറിയാം. അതുകൊണ്ട് തന്നെ മാലഹും മിൻ ദൂനിഹി മിൻ വലിയ്യിൻ, ഒരാളും തന്നെ അല്ലാഹയല്ലാതെ ഒരു രക്ഷിതാവും ഒരു സഹായകനും അവരിലേക്ക് വരികയില്ല. വലാ യുശ്രികു ഫീ ഹുക്മിഹി അഹദാ, അതുകൊണ്ട് അവരിൽ വേറെ ഒരു പങ്കുകാരനെയും തീരുമാനത്തിന്റെ അധികാരത്തിൽ ഒരാളെയും പങ്കു ചേർക്കുകയും വേണ്ട. അങ്ങയുടെ അനുയായികൾക്കിടയിൽ തർക്കങ്ങളുണ്ട്, അത് തീരുമാനിക്കാൻ അല്ലാഹ് മതി. അല്ലാഹു അല്ലാതെ വേറെ ഒരു രക്ഷിതാവിനെയും അവർ അന്വേഷിക്കേണ്ടതില്ല നബിയേ. അബ്സിർ ബിഹി,
ആ വിഷയത്തിലായാലും ഏത് വിഷയത്തിലായാലും അല്ലാഹ് എത്ര കാഴ്ചയുള്ളവനാണ്, അല്ലാഹു എത്ര കേൾവിയുള്ളവനാണ്. മാലഹും മിൻ ദൂനിഹി മിൻ വലിയ്യിൻ, അതുകൊണ്ട് വേറെ അല്ലാഹല്ലാത്ത ഒരു സഹായകന്റെ ആവശ്യമില്ല. വലാ യുശ്രികു ഫീ ഹുക്മിഹി അഹദാ, തീരുമാനങ്ങൾ എടുക്കാൻ അധികാരമുള്ള അല്ലാഹുവിലേക്ക് ഇനി ഒരാളെയും പങ്കു ചേർക്കുകയും വേണ്ട നബിയേ. അസ്ഹാബുൽ കഹ്ഫിനെ കുറിച്ച് അല്ലാഹു തആല മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് ചരിത്രം ഫുള്ള് വിശദീകരിച്ചു കൊടുത്ത് അവസാനം പറയുന്നു, അനുയായികൾക്കിടയിലുള്ള തർക്കങ്ങളൊക്കെ അങ്ങനെ നടക്കും. അത് കേട്ടിട്ട് തങ്ങൾ പറയാൻ നിൽക്കരുത്, തങ്ങൾക്ക് പറയാനുള്ളതൊക്കെ ഇവിടെ പറഞ്ഞു തന്നിട്ടുണ്ട് എന്ന് അല്ലാഹു തആല പറഞ്ഞു. എന്നിട്ട് തുടക്കത്തിൽ തങ്ങൾ ഇൻഷാ അല്ലാഹ് പറഞ്ഞില്ല. ആ ഇൻഷാ അല്ലാഹ് പറയണമെന്ന് തങ്ങളെ ഓർമ്മപ്പെടുത്തുകയാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല. ഇനി അസ്ഹാബുൽ കഹ്ഫിന്റെ വിഷയം തൽക്കാലം ഈ സൂറത്തിൽ ഇവിടെ ഒരു ഫുൾ സ്റ്റോപ്പ് ഇട്ട് ബാക്കി ഭാഗങ്ങളിൽ മറ്റു വിഷയങ്ങളിലേക്കാണ് ഈ സൂറത്ത് നമ്മെ കൊണ്ടുപോകുന്നത്. ഇൻഷാ അല്ലാഹ് അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മൾക്കിത് പരിപൂർണമായി പഠിക്കാനും പറയാനും കേൾക്കാനുമുള്ള തൗഫീഖ് അല്ലാഹു നൽകുമാറാകട്ടെ. അല്ലാഹുവേ, നിങ്ങൾ പറഞ്ഞതും കേട്ടതും എല്ലാം നീ സ്വാലിഹായ അമലായി സ്വീകരിക്കണേ റഹ്മാനെ. പടച്ച റബ്ബേ, ഖുർആനിന്റെ ബറക്കത്ത് കൊണ്ട് ഞങ്ങളുടെ ജീവിതത്തിൽ ബറക്കത്ത് നൽകണം റഹ്മാനെ. ഞങ്ങളെ ഇൽമിൽ ബറക്കത്ത് ചെയ്യണം റഹ്മാനെ. നാഫിയായ ഇൽമാക്കി തരണേ അല്ലാഹ്. പടച്ച റബ്ബേ, ഇവിടെ പങ്കെടുത്ത മുഴുവൻ മുഅ്മിനീങ്ങൾക്കും എല്ലാവിധ ഖൈറും ബറക്കത്തും